ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ഫുട്ബോളിൽ ഒരു മാച്ച് വിന്നെടുക്കാൻ ആവശ്യമായിട്ടുള്ള 3 ഫാക്ടറുണ്ട്. ആ ഒരു 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആ ഒരു കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്ത് അതിൽ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഫുട്ബോൾ എന്ന് പറയുന്നൊരു ഗെയിമിൽ അത്യാവശ്യം നല്ല രീതിയിൽ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കറൻ്റ് ഒരുപാട് ലോസും കാര്യങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഡിവിഷൻ മാച്ചിലായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള മാച്ചിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വിഷൻ എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ ഫുട്ബോളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യമാണ് വിഷൻ. വിഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്: നിങ്ങൾക്ക് നന്നായിട്ട് ആ ഒരു പിച്ച് വിസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ അടുത്ത പാസ് എവിടേക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണം, ആ ഒരു പ്ലെയറെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു കമാൻഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാവൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ നമ്മുടെ ഓപ്പോണൻറ്റിനെ ഒരു കാരണവശാലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അവർ കൃത്യമായിട്ട് മാച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ എങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നോ അവിടെ കൃത്യമായിട്ട് അവരുടെ പ്ലേസിനെ എത്തിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്ലേസിനെ കാണാതെ പാസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യുകയും ഓപ്പോണന്റിന് അത് തീർച്ചയായിട്ടും ഒരു കൗണ്ടറായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫുട്ബോളിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വിഷൻ എന്നുള്ളൊരു കാര്യം. പണ്ട് നമ്മൾ പെസ് കളിച്ച പോലെ നമ്മൾ ഒരേ രീതിയിലുള്ളൊരു ഗെയിം ശൈലി, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ത്രൂ ബോൾ കൊടുക്കുന്നു, അവിടുന്ന് വീണ്ടും ത്രൂ ബോൾ കൊടുക്കുന്നു, അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് മാറ്റിയിട്ട് നമ്മുടെ ഓപ്പോണന്റിനെ മനസ്സിലായിക്കൊണ്ട്, ഓപ്പോണന്റിൻ്റെ ഡിഫൻഡേഴ്സിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് മാത്രമേ നമ്മൾ പാസും കാര്യങ്ങളൊക്കെ കൊടുക്കാവൂ. അല്ലാത്ത പക്ഷം നമ്മുടെ കയ്യിലിരുന്ന ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വെറുതെ ഓപ്പോണന്റിന് എറിഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളത്. ഇനിയിപ്പോൾ ഈ ഒരു വിഷൻ ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഗെയിമിൽ നോക്കാനുള്ളൂ. ഒന്ന് നമ്മുടെ ക്യാമറ ആംഗിളാണ്. ക്യാമറ ആംഗിൾ ഒരു കാരണവശാലും നിങ്ങൾ വളരെ അടുത്ത് പ്ലേയേഴ്സിനെ കാണുന്ന രീതിയിലുള്ള ആ ഒരു ആംഗിളും കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്യാതിരിക്കുക. ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഡൈനാമിക് വൈഡും അതുപോലെ തന്നെ ലൈവ് ബ്രോഡ്കാസ്റ്റ്, ഡുവൽ തുടങ്ങിയ ഒരുപാട് ക്യാമറ ആംഗിൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ പിച്ച് വിസിബിൾ ആവുന്ന രീതിയിലുള്ളൊരു ക്യാമറ ആംഗിൾ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും നിങ്ങൾ പാസ് കൊടുക്കാൻ പോകുന്ന ആ ഒരു പ്ലെയറെ കാണാതെ നിങ്ങൾ പാസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇവിടെ നമ്മുടെ പ്ലേ സെറ്റിംഗ്സിൽ ഡിസ്പ്ലേ റഡാർ എന്നുള്ളൊരു കാര്യം കാണാം. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എവിടേക്കാണ് പ്ലെയർ ഫ്രീ ആയിട്ടുള്ളത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ത്രൂ പാസോ അല്ലെങ്കിൽ നിങ്ങൾ ലോഫ്റ്റഡ് പാസോ കാര്യങ്ങൾ കൊടുക്കാൻ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റഡാറിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഗെയിമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിം പ്ലേയിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മുടെ ഈ ഫുട്ബോളിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടുന്ന ഒരു പവർ തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഓരോ സിറ്റുവേഷനിലും ഏതൊക്കെ രീതിയിലുള്ള ഡിസിഷനാണ് നമ്മുടെ ഗെയിമിൽ എടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വിന്നും ലോസും എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഈ ഫുട്ബോളിൽ നമുക്ക് ഒരുപാട് കമാൻഡ് നമ്മുടെ ഗെയിമിൽ കൊടുക്കാൻ സാധിക്കും അല്ലേ. അതിലൊന്നാണ് നമ്മുടെ പാസിംഗ് കമാൻഡ്. അതുപോലെ തന്നെ ഗെയിമിൽ ഷൂട്ടിംഗ് കമാൻഡ് ഉണ്ട്, ഡിഫെൻസീവ് ആയിട്ടുള്ള കമാൻഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കമാൻഡ് ഉണ്ട്. ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഏതൊക്കെ കമാൻഡാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബോധം ഉണ്ടാവണം. കൃത്യമായിട്ടുള്ള കമാൻഡ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ടൈമിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗെയിമിൽ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ പാസിങ്ങിൻ്റെ കാര്യം എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് പാസിംഗ് ഓപ്ഷൻ നമുക്ക് ഗെയിമിൽ അവൈലബിൾ ആണ്. ഇതിനെല്ലാം കൂടെ നമുക്ക് 2 നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്ന് ത്രൂ പാസും അതുപോലെ തന്നെ രണ്ടാമത്തത് നോർമൽ ആയിട്ടുള്ള പാസ്സാണ്. ഒരുപാട് പേര് മിസ്റ്റേക്ക് ആയിട്ട് വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഗെയിം സ്റ്റാർട്ടായ ഉടനെ തന്നെ ത്രൂ പാസ് കൊടുക്കുന്നു, നമ്മൾ നോർമൽ ആയിട്ടുള്ള പാസ് ചെയ്യുന്നേ ഇല്ല, ത്രൂ പാസ് തന്നെ ഗെയിമിൽ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്പോണന്റിനെ ബീറ്റ് ചെയ്ത് ഗോൾ സ്കോറും കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആർക്കാണോ പാസ് കൊടുക്കുന്നത് ആ ഒരു പ്ലെയറിൻ്റെ മോഷൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലെയർ റൺ എടുക്കുന്നതിൻ്റെ മാത്രമാണ് നമ്മൾ ത്രൂ പാസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ നോർമൽ ആയിട്ടുള്ള പാസ് മാത്രമായിരിക്കണം എടുക്കേണ്ടത്. കാരണം ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും എടുക്കാത്ത പ്ലെയേഴ്സിന് നമ്മൾ ത്രൂ പാസ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പോണന്റ് ഡിഫൻസിന് അത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലെയർ റൺ എടുക്കുവാണ്, നമ്മുടെ മുന്നിലായിട്ട് തന്നെ ഓപ്പോണന്റ് ഡിഫൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ത്രൂ പാസ് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഒന്നുകിൽ ലോഫ്റ്റഡ് ആയിട്ടുള്ള ത്രൂ പാസ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്കില്ലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റോ ഇട്ട് നമ്മുടെ മുന്നിലുള്ള ആ ഒരു ഓപ്പോണന്റിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നമ്മുടെ ഗെയിമിലെ ഡബിൾ ടച്ച് പോലുള്ള ഹാർഡ് ആയിട്ടുള്ള സ്കില്ല് തന്നെ
കൊടുക്കണം എന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 360 ആയിട്ട് കറങ്ങി വരുന്ന ആ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഗെയിമിൽ അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റീവാണ്. ആ ഒരു മൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു മൂവ്മെൻ്റ് ആണ്, നിങ്ങൾ ഡാഷ് ബട്ടൺ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഓപ്പോണൻറ്റ് പ്രസ് ചെയ്യുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഡയറക്ഷൻ ബട്ടൺ പെട്ടെന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയി ഓപ്പോണൻറ്റിനെ പെട്ടെന്ന് ബീറ്റ് ചെയ്യുകയും നമുക്കൊരു ത്രൂ പാസോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള പാസോ കാര്യങ്ങളോ ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറ്റാക്ക് എന്നുള്ള ആ ഒരു ഫോർമുലയല്ല ഗെയിമിൽ വേണ്ടത്. നിങ്ങൾ തീർച്ചയായിട്ടും ബോൾ ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം പൊസിഷൻ വെക്കുന്നു അത്രത്തോളം നമ്മുടെ ഓപ്പോണൻറ്റ് പ്രസ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പ്രസ് ചെയ്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഓപ്പോണൻ്റെ ബോക്സിൽ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്, നമ്മളിൽ ഭൂരിഭാഗം പേർക്കും മൈനസ് പാസ് അല്ലെങ്കിൽ ബാക്ക് പാസ് ഒക്കെ ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് അത്രത്തോളം ദൂരം കവർ ചെയ്ത് പോവുക അല്ലെങ്കിൽ ബോൾ പെട്ടെന്ന് തന്നെ ഓപ്പോണൻ്റെ ബോക്സിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് കളിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ഗെയിമിൽ ബാക്ക് പാസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴൊക്കെ ബാക്ക് പാസ് ചെയ്യുന്നു അപ്പോഴൊക്കെ ഓപ്പോണൻറ്റ് പ്ലേയേഴ്സിന് പ്രഷർ ഉണ്ടാവും. അതായത് അവർ മാച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഫോർവേഡ് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലെയറെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് നിങ്ങൾ ബാക്ക് പാസ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അവർക്ക് വലിയ രീതിയിലൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ ഓവറായിട്ട് പ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ടൈം നിങ്ങൾ ത്രൂ പാസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പണൻറ്റ് ബോക്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും നിങ്ങൾക്ക് ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബോൾ ഹോൾഡ് ചെയ്യുക. അറ്റാക്ക് എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യുക. അതിന് നിങ്ങൾക്ക് ബാക്ക് പാസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടഫായിട്ടുള്ള ഒരു സ്കില്ലും നിങ്ങൾ ചെയ്യേണ്ടതില്ല. മൂവ്മെൻറ്റിൽ നിങ്ങൾക്ക് ബോൾ ഹോൾഡ് ചെയ്യാം. ഓപ്പോണൻറ്റ് പ്ലേസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗെയിമിൽ നല്ല രീതിയിൽ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അവസാനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടിയാണ്. അത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടൈമിംഗ് ആണ്. മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ടൈമിങ്ങിനെ ആശ്രയിച്ചിട്ടിരിക്കും നിങ്ങളുടെ ആ ഒരു മാച്ചിലെ റിസൾട്ടും കാര്യങ്ങളൊക്കെ. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലും നിങ്ങൾ എടുക്കുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള ഡിസിഷൻ ടൈമിങ്ങിന് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ടൈമിലാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ തന്നെയാണ്, നമ്മുടെ മുന്നിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഓപ്പോണൻറ്റ് ഡിഫൻസ് ഉള്ള ടൈമിൽ നിങ്ങൾ വെറുതെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ ആ ഒരു ചാൻസും കാര്യങ്ങളും നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ല. നിങ്ങളുടെ ഓപ്പോണൻറ്റിൻ്റെ ഡി ഏരിയയുടെ ഭാഗത്തൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അത്യാവശ്യം ബോൾ ഹോൾഡ് ചെയ്തിട്ട് വേണം കളിക്കാൻ. കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നിങ്ങൾ അവിടുന്ന് പാസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഗോൾ സ്കോറൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ബോക്സിലേക്ക് പ്ലേയേഴ്സ് വരുന്ന ടൈമിൽ അവർ ഡാഷ് ബട്ടണിൽ കൈയെടുക്കാതെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡാഷ് ബട്ടൺ ഒഴിവാക്കി കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ പാസ് കൊടുക്കണോ എന്നുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് മാത്രം ഉള്ളതാണെന്നുള്ളൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. നമ്മൾ ഇത്രയും വലിയൊരു ടോപ്പിക്കാണ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഓരോ ടോപ്പിക്കിൻ്റെയും കൃത്യമായിട്ടുള്ള സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നമ്മളോട് പറയാം. സോ ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.